അല്ലമീൻ, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ ഒരു മാധ്യമപ്രവർത്തനത്തിൽ തുടങ്ങിയവരാണ്, മറ്റൊരു മാധ്യമപ്രവർത്തനത്തിൽ എത്തി നിൽക്കുന്നു. അതിൻ്റെ സ്ക്രീനിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ശരിക്കും അല്ലമീനെ കാണുമ്പോൾ തന്നെ ഒരു വലിയ ഊർജ്ജമാണ് അല്ലമീൻ. അല്ലമീൻ ഇങ്ങനെ അല്ലമീൻ തുടർച്ചയായിട്ട് ഉണ്ണി ബാലകൃഷ്ണൻ ഈ റിപ്പോർട്ട് ചെയ്യുമ്പോഴേ ലൈവ് ഇവൻറ്റ്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വാക്കുപോലും തെറ്റാതെ, ഒരു സമയത്ത് പോലും ബഫ്ലിങ് വരാതെ വളരെ കൃത്യമായിട്ട് ചടുലമായിട്ടാണ് അല്ലമീൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അനർഗളമായിട്ട് ഇങ്ങനെ നിർഗളിക്കും. ഏത് വിഷയം നിങ്ങൾ കൊടുത്തു നോക്കൂ, അത് അല്ലമീൻ റിപ്പോർട്ട്. അല്ലമീനെ നിർത്തിക്കൊണ്ട് പറഞ്ഞതല്ല. അല്ലമീൻ ഒരു വർഷം അതിൽ പാതി വഴിയിലാണ് അല്ലമീൻ ജോയിൻ ചെയ്യുന്നത്. ഈ ഇവിടെ എത്തിയതിനു ശേഷമുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ് അല്ലമീൻ? അരുണി, പാതി വഴിയിലാണ് എത്തിയത് എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ റീലോഞ്ചിങ്ങിന് ശേഷം പാതി വഴിയിൽ ഞാനിപ്പോൾ എത്തിയിട്ട് ഒരു 6 മാസം ആവുന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ ഈ ജേർണലിസം കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ആദ്യമായി ഒരു മാധ്യമ സ്ഥാപനത്തിലേക്ക് ഇൻ്റർവ്യൂവിനായിട്ട് പോകുന്നത് റിപ്പോർട്ടർ ചാനലിലായിരുന്നു. റിപ്പോർട്ടർ ചാനലിൻ്റെ തുടക്കത്തിൽ അന്ന് ഇൻ്റർവ്യൂ പാനലിൽ ഉള്ളതിൽ ഇപ്പോൾ സ്മൃതി ചേച്ചിയുണ്ട്, നികേഷ് സാർ ഉണ്ടായിരുന്നു, പിന്നെ സ്ഥാപനത്തിൽ ഇപ്പോഴുള്ളവരും ഇല്ലാത്തവരുമായിട്ടുള്ള ടീം. അന്ന് ഈ പണി തീരാത്ത റിപ്പോർട്ടർ TV-യുടെ ഒരു ഫ്ലോറിലായിരുന്നു അന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. സ്റ്റുഡിയോ പണി തീർന്നു, അതിൻ്റെ മുകളിലത്തൊരു നിലയിലാണ്. എനിക്കൊന്ന് ലിഫ്റ്റ് പോകുന്ന ഭാഗത്താണെന്ന് തോന്നുന്നു ഒരു പൊടിയൊക്കെ അടിച്ച് കിടക്കുന്നു, പെയിൻ്റൊക്കെ അടിച്ചുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. അവിടെ മേശയിട്ടാണ് സ്മൃതി ചേച്ചി, നികേഷ് സാറും ബാക്കി ടീംസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടേക്ക് ഇൻ്റർവ്യൂവിന് ആദ്യമായിട്ടൊരു സ്ഥാപനത്തിൽ പോവുകയാണ്. അപ്പോൾ പോകുമ്പോൾ തന്നെ നമ്മൾ ചാനലിനകത്ത് കയറി സ്റ്റുഡിയോയ്ക്ക് അകത്തൂടെയാണ് മുകളിലേക്ക് കയറി പോകുന്നത്. അപ്പോഴാണ് ആദ്യമായിട്ടൊരു സ്റ്റുഡിയോ കാണുന്നത്, ഒരു ചാനൽ സ്റ്റുഡിയോ. നമ്മൾ ജേർണലിസം കഴിഞ്ഞിറങ്ങിയിട്ട് തിയറി ക്ലാസ്സൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പ്രാക്ടിക്കൽ പോകുമ്പോൾ ഇവിടെ ഒരാൾ വാർത്ത വായിക്കുന്നു. അന്നാണ് എനിക്ക് തോന്നുന്നു ഈ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചത് അന്നാണ്. അന്ന് ദിലീപിനായിരുന്നു മികച്ച നടനുള്ള അവാർഡ്. അന്ന് റിപ്പോർട്ടർ സ്റ്റുഡിയോയുടെ തൊട്ട് ഭാഗത്ത് ദിലീപിൻ്റെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരുന്നു. അപ്പോൾ അവിടുന്ന് റിപ്പോർട്ടർ ടീം ദിലീപിനെ സ്റ്റുഡിയോയിലേക്ക് പൊക്കിക്കൊണ്ടുവരികയാണ് ഗസ്റ്റായിട്ട്. അന്ന് ആദ്യമായിട്ട് ദിലീപിൻ്റെ പ്രതികരണം റിപ്പോർട്ടറിലായിരുന്നു. അപ്പോൾ അങ്ങനെ കയറി വരുമ്പോൾ ദിലീപിനെ കാണുന്നു, ഡെസ്കിൻ്റെ ഒരു ഓളം കാണുന്നു. അങ്ങനെ റിപ്പോർട്ടർ TV-യിൽ ഇപ്പോൾ ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ആഗ്രഹത്തിൽ മുകളിലേക്ക് കയറി വന്നു. പക്ഷേ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ സ്മൃതി ചേച്ചി ഉൾപ്പെടെയുള്ളവർ അന്ന് തട്ടിപ്പുറത്താക്കി, ജോലി കിട്ടിയില്ല. പക്ഷേ പിന്നീട് ഇപ്പോൾ ഒരു 14 വർഷം പൂർത്തിയാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു റീലോഞ്ചിങ് കഴിഞ്ഞ അതിനൊരു പാതി വഴിയിലേക്ക് എത്തുമ്പോൾ റിപ്പോർട്ടറോടൊപ്പം ചേരാനായതിൽ സന്തോഷമുണ്ട്. ഓർക്കുന്നുണ്ടാവില്ല. ഒരിക്കലും പറ്റില്ല. കാരണം അന്ന് ഇന്റർവ്യൂ പാനലിൽ സ്മൃതി ചേച്ചി ഉണ്ടായിരുന്നു, നികേഷ് സാർ ഉണ്ടായിരുന്നു, പിന്നെ KR ഗോപികൃഷ്ണൻ, കേറിയിട്ട് ഏത് ചോദ്യത്തിലാണ് അന്ന് അല്ലമീൻ പകച്ചത്? ഇല്ല, ഞാൻ അതാ പറയാൻ വന്നത്. സാധാരണ നമ്മളൊരു ഇൻ്റർവ്യൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മളകത്തേക്ക് കയറി വരുന്നു, കസേരയിൽ ഇരിക്കുന്നു, പാനലിൻ്റെ മുന്നിൽ ഇരുന്ന് കഴിഞ്ഞിട്ടാണല്ലോ ചോദ്യമൊക്കെ ചോദിക്കുന്നത്. ഞാൻ അങ്ങോട്ട് കയറി വന്ന് കാലെടുത്ത് അകത്തേക്ക് വെക്കുമ്പോൾ തന്നെ എനിക്കൊന്ന് ഗോപിയേട്ടനാണെന്ന് ചോദിക്കുന്നു. അല്ലമീൻ അല്ലേ പേര്? ഞാൻ അല്ലമീൻ. അപ്പം തന്നെ ഞാൻ അവിടെ നിൽക്കുകയാണ് പാതി വഴിയിൽ. അടുത്ത ചോദ്യം, അല്ലമീൻ എന്ന് പറഞ്ഞൊരു പത്രം കേരളത്തിലുണ്ടായിരുന്നു, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ അപ്പോൾ തന്നെ അങ്ങ് സ്റ്റോപ്പായി നിൽക്കുകയാണ്. നമ്മളിതൊക്കെ പലതും പഠിച്ചു പോകുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഉദ്ദേശം കയറുന്നു, കസേരയിൽ ഇരിക്കുന്നു, കുറച്ചൊരു കൂൾ ഓഫ് ടൈം കിട്ടുന്നു. ഇതൊന്നുമില്ല, കാലെടുത്ത് അങ്ങോട്ട് വെക്കുമ്പോൾ തന്നെ ചോദ്യം ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ സുഹൃത്തുക്കളിൽ പലരും റിപ്പോർട്ടറിൽ കയറി അവരൊക്കെ ഫ്രെയിമിൽ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ട്. പിന്നീട് മറ്റ് സ്ഥാപനങ്ങളുടെ ഭാഗമായി മീഡിയ വണിൽ കയറുന്നു. അന്ന് മീഡിയ വണിൽ ഡോക്ടർ അരുൺകുമാർ അന്ന് മറ്റൊരു കേരള സമ്മിറ്റ് എന്നൊരു പരിപാടിയുമായിട്ട് അരുണേട്ടൻ അവിടെയുണ്ട്. പിന്നെ 24ലേക്ക് വരുന്നു. അതിനുശേഷം റിപ്പോർട്ടറിലേക്ക് വരുന്നു. ഒപ്പം വർക്ക് ചെയ്ത പലരും ഉണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ 5.5 മാസമായി റിപ്പോർട്ടറിലേക്ക് വന്നിട്ട്. കൊച്ചിയിലും തിരുവനന്തപുരത്തുമായിട്ട് ജോലി ചെയ്തു. കൂടുതലും ഈ രാഷ്ട്രീയ വിഷയങ്ങൾ തിരുവനന്തപുരത്തിൻ്റെ ഒരു തിരക്കിനൊത്ത ആ രീതിയിലാണ് പോകുന്നത്. നേരത്തെ പറഞ്ഞ സ്ഥാപനം ഇപ്പോഴും ഓർമ്മിച്ചിരിക്കുന്ന ഒരു പ്രദീപ് നേരത്തെ സിനോജിൻ്റെ റിപ്പോർട്ടാണ്. എനിക്കും മനസ്സിൽ അങ്ങനെ സ്ട്രൈക്ക് ചെയ്തൊരു പ്രദീപിൻ്റെ കഥയാണ്. നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ എയർ ഇന്ത്യയുടെ സമരവുമായി ബന്ധപ്പെട്ട് 2 ദിവസം എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയി. പല ആളുകളുടെയും കണ്ണുനീരും മറ്റൊക്കെ നമ്മൾ കാണുകയാണ്. ആദ്യത്തെ ദിവസം പോയപ്പോൾ ഒരാൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് നിലവിളിക്കുകയാണ്. കാരണം പുള്ളിക്ക് പിറ്റെന്നോ മറ്റോ വിസ കാലാവധി കഴിയുകയാണ്. അപ്പോൾ എത്തിയില്ലെങ്കിൽ പിന്നെ ജോലിയില്ല. ഒരു സാധാരണക്കാരൻ. ബാക്കി നമുക്കറിയില്ല, നമ്മൾ ഈ ഗൾഫിലേക്കൊക്കെ പോകുന്ന ആൾക്കാർ വരുന്നൊരു കാഴ്ച, വലിയ ബാഗ്, നല്ല ടിപ്പ് ടോപ്പിൽ വരുന്നു, നല്ല ചെരുപ്പൊക്കെ ഇട്ട് വരുന്നു, നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഗൾഫിലേക്ക് പോവുകയാണല്ലോ സ്വാഭാവികമായിട്ടും. പക്ഷേ അതിനിടയിൽ തികച്ചും വ്യത്യസ്തനായി സാധാരണ വസ്ത്രം ധരിച്ച് ഒരു സ്ലിപ്പർ ചെരുപ്പൊക്കെ ഇട്ട് വരെ ഗൾഫിലേക്ക് പോകാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യം എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ വേഷഭൂഷാദികളിൽ തന്നെ വളരെ വ്യക്തമാണ്. ആദ്യത്തെ ദിവസം കാണുന്നു, പോകാനാവില്ല, ജോലി നഷ്ടമാകുമെന്നുള്ള ആശങ്ക, ആത്മഹത്യ ചെയ്യുമെന്ന് അവിടെ നിന്ന് പരിതപിക്കുന്നു. അന്ന് ഒരുപാട് ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. ഈ പ്രതിഭേട്ടനെ ഒപ്പം നിന്ന് വാദിക്കാനൊക്കെ ആളുണ്ടായിരുന്നു. പിറ്റേന്ന് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ അവിടെ ആളുകളുടെ എണ്ണം കുറഞ്ഞു. കാരണം പലർക്കും മറ്റു വിമാനങ്ങളിൽ ടിക്കറ്റ് എടുത്ത് പോകാൻ സാമ്പത്തിക ശേഷിയുള്ളവർ അങ്ങനെ പോയി. ഇനി അതല്ല മറ്റൊരു ദിവസം എയറിൻ്റെ ബദൽ സംവിധാനം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അതിന് ഓക്കെ ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ പിറ്റേന്ന് പോകുമ്പോൾ ഈ ആളുകളുടെ എണ്ണം പകുതിയിലേറെ കുറഞ്ഞു.
പക്ഷെ അപ്പോഴും അവിടെ ഒരു മതിൽ ചാരി ഈ പ്രദീപ് എന്ന് പറയുന്ന പുള്ളി നിൽക്കണം. തലേ ദിവസം വന്നു, പിറ്റേന്നും പ്രതീക്ഷയിൽ വന്നു. ഒന്നും ഒരു നിവർത്തിയുമില്ല, ഒരു ആകെ നിരാശയിലാണ്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ വാർത്ത കൊടുക്കുന്നതെന്ന് അരുണേട്ടൻ മോർണിംഗ് ഷോയിലുണ്ട്. അപ്പോഴാണ് പുള്ളിക്ക് അങ്ങനെ ഒരു പ്രതിസന്ധി വരില്ല, അവിടേക്ക് എത്തിക്കാം നമ്മളെന്നൊരു ഉറപ്പ് കൊടുക്കുന്നു. അന്നേരം അദ്ദേഹത്തിൻ്റെ മുഖത്ത് കണ്ട ഒരു സന്തോഷവും ഒരു പ്രതീക്ഷയുമുണ്ട്. അവിടുത്തെ സ്പോൺസറുമായി സംസാരിക്കുന്നു, അദ്ദേഹത്തിന് ഈ വിസ കാലാവധി നീട്ടിക്കൊടുക്കാമെന്ന് പറയുന്നു. പക്ഷേ പിന്നീട് അവിടുത്തെ നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്തൊക്കെയോ ചില സാങ്കേതിക കുരുക്കുകൾ ഉണ്ടായി, വീണ്ടും അത് യാത്ര നീണ്ടുപോയി. പക്ഷേ എന്നാൽ പോലും ആ സമയത്ത് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയൊരു പ്രതീക്ഷ വളരെ വലുതായിരുന്നു. അന്ന് വലിയ നിരാശയിൽ നിന്നിട്ട് ഒരു പ്രതീക്ഷയിലേക്ക് വരുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ, അത് ഈ 5.5 മാസത്തിനിടയിൽ നേരിട്ട് കാണാൻ പറ്റിയ ഒരു സംഭവം അതാണ് എന്നുള്ളതാണ്. പിന്നെ ഈ റിപ്പോർട്ടറിന്റെ മറ്റു ഓളത്തിനനുസരിച്ച് ഓടാൻ പറ്റുന്ന ഒരു വൈബ്രന്റ് കാര്യങ്ങൾ ആ രീതിയിലാണല്ലോ അറ്റൻഡ് ചെയ്യുന്നത്. അതിനൊത്ത് ഓളത്തിനൊത്ത് ഓടിപ്പോകാൻ പറ്റുന്നു. സന്തോഷം, അഭിമാനം. ഓക്കെ, താങ്ക് യു അല്ലമീൻ. അപ്പോൾ ഓടിക്കൊണ്ടേയിരിക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അങ്ങനെ 13 വർഷമായി ഓടിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോൾ കൂടുതൽ വേഗം കൈവന്നിരിക്കുന്ന നമ്മളുടെ പുതിയ സൈന്യത്തിനൊപ്പം പുതിയ മേഖലകളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടർ ചാനൽ 14ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ലോകത്തെ ഏറ്റവും